അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിരങ്ങക്കറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിരങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കുക്കറിലോട്ട് ആദ്യം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ അതിനുശേഷം നമ്മളിതിലേക്ക് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പരിപ്പ് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 വിസിൽ മതി. അപ്പോഴത്തേക്കും ഈ ചിരങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. ചിരങ്ങ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു മിക്സി എടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവി വെക്കുന്നതിനേക്കാട്ടിലും ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ നമുക്ക് സമയം ലാഭിക്കാം. അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ തേങ്ങ ഇടുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ചിരങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഗ്യാസിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ അരപ്പും കൂടി ഇതിലേക്ക് അരച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.